എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോണത് ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിയമ ലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ എ ആണ്. രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഡി, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ എ, സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ എ, ഗ്ലോറിയസ് റവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ആൻസർ ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ ബി, മാൻഡിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ എ, കറുത്ത മണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ബി, ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ ഡി, സ്ട്രാറ്റോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു എന്താണ്? ആൻസർ സി, ഇൽമനൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ എ, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ആൻസർ ഡി, 1951. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? 2015. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹികവും സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. മുകളിൽ പറഞ്ഞവയെല്ലാം, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ബി, ഡിജിറ്റൽ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ആൻസർ ബി, സുമൻ ബെറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ആൻസർ ബി ആണ്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതും അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു എന്നുള്ളതുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ആൻസർ സി, അക്കമ്മ ചെറിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ആൻസർ ബി, കാനഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോകസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ആൻസർ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ആൻസർ ബി, വനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ സി, 4 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് എന്ന ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഡി, പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ആൻസർ സി ആണ്. അതായത് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് മാത്രമാണ് ശരിയായ പ്രസ്താവന. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പിന്നെന്താണ് പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് ഏവിയേഷൻ പ്രൊസീഡിംഗ് ആക്ട്. ആൻസർ എ ആണ്. ആദ്യം പണ്ടാരപ്പാട്ട വിളംബരം, പിന്നെ കൊച്ചി കുടിയായ്മ, പിന്നെ എന്താണ് മലബാർ കുടിയായ്മ നിയമം, പിന്നെ കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ആൻസർ സി ആണ്. അതായത് വകുപ്പ് 2J എന്നുള്ളത് എന്താണ്? മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. പിന്നെ വകുപ്പ് 19 എന്താണ്? വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. പിന്നെന്താണ്? വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആൻസർ ഡി ആണ്. കേരള സിവിൽ സർവീസ്
ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾ 1960 ഭാഗം 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ആൻസർ ബി, മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? ആൻസർ എ, പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്രിമ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ സി, മെലാട്ടോണിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ആൻസർ ഡി, ഇന്തോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ആൻസർ എ, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല, കാരണം എന്ത്? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവര് വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയവരോ എടുക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ആൻസർ സി, EEG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റ് എന്നുള്ളതാണ്. കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്ന് വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. ഇതെല്ലാം തെറ്റാണ്. ടൈപ്പ് 2 പ്രമേഹം. അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആൻസർ ബി, ആസ്ട്രാസെനക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കുവാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ആൻസർ സി, പോളോ പോണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ്. സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജം. ചലനം കൊണ്ടുണ്ടാകുന്നതാണ് ഗതികോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ ഡി ആണ്, 20 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമം അനുസരിച്ച് അടിസ്ഥാനമാക്കിയാണ്. ഏത് നിയമമാണ് ഹൈഡ്രോളിക് ജാക്ക്? പാസ്കൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത്? ആൻസർ ബി, പ്രഗ്യാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. മറ്റേതോ ഖരം, ദ്രാവകം, വാതകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ? ആൻസർ ബി, കോപ്പർ, ടിൻ, സിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH? ആൻസർ എ, 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ലവണം? ആൻസർ എ, ടേബിൾ സോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്?
ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം. ആൻസർ സി ആണ് ലിഥിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. മിടുക്കർ കൈരണ്ടും ചേർത്തു കെട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയൻ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. ആൻസർ എ ആണ്. അതായത് അത് പറഞ്ഞത് PN ഗോപികൃഷ്ണനാണ്. അറ്റമില്ലാതെഴുതുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അനിത തമ്പി. റയിൽ വക്കത്തു നിന്നൊന്നെ രണ്ടെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. പി രാമൻ. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെ തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം. അത് പറഞ്ഞതാരാ? അസീം താന്നിമൂട്. അപ്പൊ എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരയിമ്മൻ തമ്മിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഡി ആണ് തോരണ യുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇറാനിമോസ്, പീലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ. ആൻസർ സി ആണ് വരുന്നത്. ഇറാനിമോസ് എന്നുള്ളത് കരിക്കോട്ടക്കരി, പീലിപ്പോസ് എന്നുള്ളത് അടി, ഉണ്ണിച്ചക്കൻ എന്നുള്ളത് എന്താണ്? അടിയാളപ്രേതം, വാവച്ചൻ എന്നുള്ളതോ മീശ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ആൻസർ ഡി ആണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം, ഗുസ്തി താരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം, മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം, KM ബീനാമോൾ, അഞ്ജു ബേബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ. ആൻസർ ഡി ആണ്. എല്ലാം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ എ ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആൻസർ ബി, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ആൻസർ സി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ആൻസർ ബി, മായ OS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ആൻസർ എ, ബ്ലൂറേ ഡിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ സി, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ആൻസർ ഡി, 2012. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്?
ആൻസർ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ആൻസർ ഡി ആണ്. സംരക്ഷണ ഉത്തരവുകള്, താമസ ഉത്തരവുകള്, പണ ആശ്വാസം, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ സി ആണ്. 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ആൻസർ സി 6 അംഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ആൻസർ സി കേന്ദ്ര സർക്കാർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.